ഹായ് ഓൾ, വെൽക്കം ടു എഡ്യൂലൈൻ. സോ നമ്മൾ ഇനി അടുത്തത് നോക്കാൻ പോകുന്നതാണ് റൂട്ടിംഗ് ഫോർ മൊബൈൽ ഹോസ്റ്റ്. ഓക്കെ, നമുക്കറിയാം നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന മൊബൈൽ ഹോസ്റ്റുകളാണ് അല്ലെ. മൊബൈൽ ഹോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ് ഉദ്ദേശിക്കുന്നത്? ലാപ്ടോപ്പ്, അതായത് മൂവ് ചെയ്യാൻ പറ്റുന്ന ഹോസ്റ്റുകൾ ഉണ്ടല്ലോ, ഡിവൈസസുകൾ ഉണ്ടല്ലോ, അതാണ് ഈ മൊബൈൽ ഹോസ്റ്റ്. നമ്മുടെ മൊബൈൽ ഫോണ് അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഇതൊക്കെ എന്ന് പറയുന്നത് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നതാണ്, എവിടെ വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോകാം അല്ലെ. സോ അങ്ങനെ വരുന്ന ഹോസ്റ്റുകളാണ് മൊബൈൽ ഹോസ്റ്റുകൾ. അപ്പം അതിലേക്ക് നമുക്ക് റൂട്ട് ചെയ്യണം. ഓക്കെ, സ്റ്റേഷനറി ഹോസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സ്റ്റേഷനറി ഹോസ്റ്റ് ആണെങ്കിൽ കുഴപ്പമില്ല, അത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സ്റ്റേഷനറി ഹോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുക? നമ്മുടെ കമ്പ്യൂട്ടർ ലാബുകളിൽ നമ്മൾ കണക്ട് ചെയ്തേക്കുന്ന കമ്പ്യൂട്ടർ ഉണ്ടല്ലോ, അപ്പോൾ ആ കമ്പ്യൂട്ടറുകളൊന്നും നമ്മൾ മൂവ് ചെയ്യുന്നില്ല അല്ലെ, അതൊരിടത്ത് ഇങ്ങനെ സ്റ്റേഷനറി ആയിട്ട് ഇരിക്കുന്നതാണ്. സോ അതാണ് സ്റ്റേഷനറി ഹോസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ മൊബൈൽ ഹോസ്റ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങോട്ട് വേണമെങ്കിലും എടുത്തുകൊണ്ട് പോകാൻ പറ്റും അല്ലെ, എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം, എങ്ങോട്ട് വേണമെങ്കിലും എടുത്തുകൊണ്ട് പോകാം. അപ്പം ഇവിടെ വരുന്ന ഒരു കോംപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇവിടെ വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ? ഈ നെറ്റ്വർക്കിന് ആദ്യം ഈ മൊബൈൽ ഹോസ്റ്റിനെ കണ്ടുപിടിക്കണം, ഇത് എവിടാന്നുള്ളത്. എവിടെയാണ് നമ്മുടെ മൊബൈൽ ഹോസ്റ്റ് അല്ലെ, എവിടെയാണ് ഈ ലാപ്ടോപ്പ് ഉള്ളത് എന്നുള്ളത് നെറ്റ്വർക്ക് ആദ്യം കണ്ടുപിടിക്കണം അല്ലെ. അതെന്ന് പറയുന്നത് ഒരു ചെറിയൊരു കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള ചെറിയൊരു പരിപാടിയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെ മൊബൈൽ ഹോസ്റ്റിലേക്ക് റൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഫിഗർ നോക്കിയേ, ഈ ഒരു ഫിഗറിനെ നമ്മൾ ഇതൊരു സാധാരണ നെറ്റ്വർക്ക് ഡിസൈനേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു മോഡലായത്. ഈ മോഡലിനെ നമ്മൾ വേൾഡ് മോഡൽ എന്നാണ് പറയുന്നത്. സാധാരണ നെറ്റ്വർക്ക് ഡിസൈനേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു മോഡലാണിത്. ഇതിനെ നമ്മൾ വേൾഡ് മോഡൽ എന്ന് പറയും. അപ്പൊ ഈ വേൾഡ് മോഡൽ നോക്കിയാൽ ഇവിടെ ഒരു വാൻ ഉണ്ട്, വൈഡ് ഏരിയ നെറ്റ്വർക്ക് ഉണ്ട്. ഈ വൈഡ് ഏരിയ നെറ്റ്വർക്കുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തേക്കുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. എന്താണ്? നമ്മുടെ ലാൻ ഉണ്ട് കണക്ട് ചെയ്തേക്കുന്നത്, മാൻ ഉണ്ട്, ദെൻ പിന്നെന്താണ് ഇവിടെ വയർലെസ് സെല്ലുകളുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യുക? ഇതൊക്കെ ഈ ഒരു വാനുമായിട്ട് ഇങ്ങനെ കണക്റ്റഡ് ആണ്. അപ്പൊ ഇതിനെ നമ്മൾ പൊതുവെ പറയുന്ന ഒരു വേൾഡ് മോഡൽ എന്നാണ്. നെറ്റ്വർക്ക് ഡിസൈനേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു മോഡലാണ് ഈ സാധനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ നോക്കിയാൽ നമുക്കൊരു ഏരിയ നമുക്ക് പറയാൻ പറ്റും. അതായത് ഇതിപ്പം എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, അതായത് മാന് ഇതൊക്കെ നമ്മൾ കണക്ട് ചെയ്തേക്കുന്നതാണ് അല്ലെ. ലാനും മാന് പിന്നെ വയർലെസ് സെല്ലൊക്കെ നമ്മുടെ വാനുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ സ്റ്റേഷനറി ആണ് ഹോസ്റ്റ് എന്ന് പറഞ്ഞ. സ്റ്റേഷനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? മൂവ് ചെയ്യാത്ത ഹോസ്റ്റുകളായിരിക്കും കൂടുതൽ ഉണ്ടായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഫൈബർ ഒപ്റ്റിക് കേബിളോ അല്ലെങ്കിൽ കോപ്പർ കേബിളോ ഒക്കെ വെച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്തേക്കുന്നതായിരിക്കും നമ്മുടെ കമ്പ്യൂട്ടറിൽ എന്ന് പറയുന്നത്, സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഹോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ മൊബൈൽ ഹോസ്റ്റിന്റെ കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ് അല്ലെ. മൊബൈൽ ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളവിടെ ഈ മൊബൈൽ ഹോസ്റ്റിനെ കണ്ടുപിടിക്കണം, ഇത് എവിടാന്നുള്ളത് നമ്മൾ ട്രാക്ക് ചെയ്യണം. ഓക്കെ, അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ കണ്ട നമ്മുടെ വേൾഡ് മോഡൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ വേൾഡ് മോഡൽ നമ്മൾ ഇവിടെ ഏരിയ എന്നുണ്ട്. ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഒരു ലാൻ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു വയർലെസ് സെൽ ആയിരിക്കാം. ഈ ലാൻ എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ മാൻ എന്നൊക്കെ പറയുന്നത് എന്താണ്? ഒരു ഏരിയയാണ്. അല്ലെങ്കിൽ ഈ വയർലെസ് സെല്ലിനെ നമുക്ക് ഒരു ഏരിയ എന്ന് പറയാം. ഓക്കെ, അപ്പം ഈ വേൾഡിനെ നമ്മൾ ഡിവൈഡ് ചെയ്തേക്കുന്നത് ഏരിയ ആയിട്ടാണ്. ഓരോരോ ഏരിയാസ് ആയിട്ട് നമ്മൾ ഈ വേൾഡ് മോഡലിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ വേൾഡ് മോഡലിലെ ഏരിയ എന്ന് പറയുന്നത് ഒന്നേ ലാൻ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു വയർലെസ് സെൽ ആയിരിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ ഓരോ ഏരിയയിലും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഇവിടെ ഈ ഒരു ഫിഗർ നോക്കി നിങ്ങൾക്ക് അറിയാം, ഇവിടെ ഓരോ ഏരിയയിൽ ഒരു ഫോറിൻ ഏജന്റ് കാണും. ഇപ്പൊ ഈ ഒരു ഏരിയ നോക്കിയേ, ഇവിടെ ഒരു ഫോറിൻ ഏജന്റ് ഉണ്ട് അല്ലെ. അപ്പൊ ഓരോ ഏരിയയിൽ ഒരു ഫോറിൻ ഏജന്റ് ഉണ്ട്. ഈ ഫോറിൻ ഏജന്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു പ്രോസസ്സാണ്. അപ്പൊ അത് എന്താ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഏരിയയിൽ വിസിറ്റ് ചെയ്യുന്ന മൊബൈൽ ഹോസ്റ്റുകളെ ട്രാക്ക് ചെയ്യുന്നത് ഈ ഫോറിൻ ഏജന്റ് ആയിരിക്കും. ഓക്കെ, അതായത് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ വിസിറ്റ് ചെയ്യുന്ന മൊബൈൽ ഹോസ്റ്റുകളെ ട്രാക്ക് ചെയ്യുന്നത് ആരാണ്? ഈ ഫോറിൻ ഏജന്റ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഓരോ ഏരിയയിലും ഹോം ഏജന്റും ഉണ്ട്. ഓരോ ഏരിയയിലും ഫോറിൻ ഏജന്റും കാണും, ഓരോ ഏരിയയിലും ഹോം ഏജന്റും കാണും. അപ്പൊ ഈ ഹോം ഏജന്റ് എന്താ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഏരിയ ഹോം ഏരിയ ആയിട്ടുള്ള എല്ലാ ഹോസ്റ്റുകളെയും ട്രാക്ക് ചെയ്യും. അതായത് ഒരു ഹോം ഏജന്റ് എന്ന് പറയുന്നത് ആ ഹോം ഏരിയ ആയിട്ടുള്ള എല്ലാ ഹോസ്റ്റുകളും കാണുമല്ലോ. അവിടെ കുറെ ഹോസ്റ്റുകൾ കാണും, സ്വന്തം വീട് പോലെ തന്നെ കൊണ്ട് നടക്കുന്ന കുറെ ഹോസ്റ്റുകൾ കാണും അവിടെ. അപ്പൊ ആ ഹോം ഏരിയ ആയിട്ടുള്ള എല്ലാ ഹോസ്റ്റിനെയും ട്രാക്ക് ചെയ്യുകയും ചെയ്യും. ഈ ഹോസ്റ്റുകൾ വേറെ ഏരിയ വിസിറ്റ് ചെയ്താൽ അതും ട്രാക്ക് ചെയ്യും. ഓക്കെ, അതാണ് ഈ ഹോം ഏജന്റ് ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഹോം ഏജന്റ്, ഫോറിൻ ഏജന്റ്, അങ്ങനെ രണ്ട് ഏജന്റുകൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. ഇനി ഇവിടുത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനിയിപ്പോ ഒരു പുതിയ ഹോസ്റ്റ് ഒരു ഏരിയയിലേക്ക് വരുവാന്ന് വിചാരിക്കുക. ഒരു പുതിയ ഹോസ്റ്റ് ഒരു ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ, അതായത് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒന്നെങ്കിൽ ഒരു ലാനിലേക്ക് കണക്ട് ചെയ്താലോ അല്ലെങ്കിൽ ഒരു വയർലെസ് സെല്ലിലേക്ക് വന്നാലോ
പുതിയൊരു ഏരിയയിലേക്ക് പുതിയൊരു ഹോസ്റ്റ് ഒരു ഏരിയയിലേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്നെങ്കിൽ ഒരു ലാൻഡിലേക്ക് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു വയർലെസ് സെല്ലിലേക്ക് വന്നാൽ ഫോറിൻ ഏജന്റിൽ ആ ഹോസ്റ്റിനെ എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, ഫോറിൻ ഏജന്റിൽ ആ ഹോസ്റ്റ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനെ നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കണം. ഇനി അതിനെ എങ്ങനെ രജിസ്റ്റർ ചെയ്യും എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, രജിസ്ട്രേഷൻ പ്രോസസ് ആണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം എങ്ങനെയാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അതായത് ഓരോ ഫോറിൻ ഏജന്റും എപ്പോഴും അവരുടെ അഡ്രസ് ഇങ്ങനെ ബ്രോഡ്കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഒരു ഏരിയയിലേക്ക്, അതായത് ഇപ്പോൾ ഒരു പുതിയതായിട്ട് ഒരു ഏരിയയിലേക്ക് ഒരു പുതിയ ഹോസ്റ്റ് വന്നു. അപ്പോൾ എന്ത് ചെയ്യണം, അവിടുത്തെ ഫോറിൻ ഏജന്റുമായിട്ട് ഈ ഹോസ്റ്റിനെ രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, അപ്പൊ അതെങ്ങനെ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ നോക്കാൻ പോകുന്നത്. അപ്പം ഈ രജിസ്ട്രേഷനുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എല്ലാ ഫോറിൻ ഏജന്റും എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ അവരെപ്പോഴും അവരുടെ അഡ്രസ്സിനെ ഇങ്ങനെ ബ്രോഡ്കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ മൊബൈൽ ഹോസ്റ്റിലെത്തും. ഒന്നെങ്കിൽ ഇത് നമ്മുടെ മൊബൈൽ ഹോസ്റ്റിലേക്ക് വരാം. നമ്മുടെ മൊബൈൽ ഹോസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ആ ഏരിയയിലേക്ക് കയറുമ്പോഴത്തേക്കിനും ആ ഏരിയയിലുള്ള ഫോറിൻ ഏജന്റിന്റെ അഡ്രസ് എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റത്തിന് കിട്ടാം, അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പിന് കിട്ടാം. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഹോസ്റ്റ് എന്ന് പറയുന്നത് ഫോറിൻ ഏജന്റിനെ തപ്പിയിട്ട് ഒരു പാക്കറ്റ് അങ്ങോട്ട് അയക്കും. ഏതെങ്കിലും ഫോറിൻ ഏജന്റ് ഇവിടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ മൊബൈൽ ഹോസ്റ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ഒരു പാക്കറ്റിനെ അങ്ങോട്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്യും. ഓക്കെ, ഇത് ഏതെങ്കിലും നടക്കും, ഇത് ഏതെങ്കിലും ഒരെണ്ണം ചെയ്യാം. അപ്പം അങ്ങനെയാണ് ഇവരെന്ത് ചെയ്യുക, പരസ്പരം കണ്ടുപിടിക്കുന്നത്. ഫോറിൻ ഏജന്റിനെ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. ഇനി ഇങ്ങനെ കണ്ടുപിടിച്ച് കഴിയുമ്പോഴത്തേക്കിനും അതായത് ഇപ്പം മൊബൈൽ ഹോസ്റ്റ് നമ്മൾ രജിസ്റ്റർ ചെയ്യണമല്ലോ. നമ്മുടെ മൊബൈൽ ഹോസ്റ്റ് ഫോറിൻ ഏജന്റിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, നമ്മുടെ ഹോം അഡ്രസ് യൂസ് ചെയ്യുന്നുണ്ട്. രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഹോം അഡ്രസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ നമ്മുടെ കറണ്ട് ഡേറ്റ ലിങ്ക് ലെയർ അഡ്രസ് യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ സെക്യൂരിറ്റി ഇൻഫർമേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഈ 3 കാര്യങ്ങളുമാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഹോം അഡ്രസ് കൊടുക്കണം, നമ്മുടെ കറണ്ട് ഡേറ്റ ലിങ്ക് ലെയർ അഡ്രസ് കൊടുക്കണം, സെക്യൂരിറ്റി ഇൻഫർമേഷൻസ് കൊടുക്കണം. അപ്പൊ ഇത് 3ഉം കൂടെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ ഫോറിൻ ഏജന്റിലേക്ക് നമ്മുടെ കമ്പ്യൂട്ടറിനെ നമ്മൾ രജിസ്റ്റർ ചെയ്യിപ്പിക്കുന്നത്, നമ്മുടെ മൊബൈൽ ഹോസ്റ്റിനെ നമ്മൾ രജിസ്റ്റർ ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, ഇനി അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും ഉണ്ടല്ലോ, ഈ ഫോറിൻ ഏജന്റ് മൊബൈൽ ഹോസ്റ്റിന്റെ ഹോം ഏജന്റിനെ കോൺടാക്ട് ചെയ്യും. ഫോറിൻ ഏജന്റ് ഇതിപ്പോ ഇങ്ങനെ എല്ലാം കിട്ടി കഴിയുമ്പോഴത്തേക്കിനും ഫോറിൻ ഏജന്റ് എന്താ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഹോസ്റ്റിന് ഒരു ഹോം ഏജന്റ് കാണുമല്ലോ, അതിനെ കോൺടാക്ട് ചെയ്യും. അപ്പം ആ കോൺടാക്ടിങ് മെസ്സേജിൽ ഫോറിൻ ഏജന്റിന്റെ നെറ്റ്വർക്ക് അഡ്രസ്സും സെക്യൂരിറ്റി ഇൻഫർമേഷനും ആയിരിക്കും അതിനകത്ത് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഫോറിൻ ഏജന്റ് നമ്മുടെ മൊബൈൽ ഹോസ്റ്റിന് ഒരു ഹോം ഏജന്റ് കാണും, ആ ഹോം ഏജന്റിനെ കോൺടാക്ട് ചെയ്യും. എന്നിട്ട് ആ കോൺടാക്ട് ചെയ്യുന്ന മെസ്സേജിനകത്ത് എന്തൊക്കെയായിരിക്കും ഉണ്ടായിരിക്കുക, ഫോറിൻ ഏജന്റിന്റെ നെറ്റ്വർക്ക് അഡ്രസ്സും കാണും, സെക്യൂരിറ്റി ഇൻഫർമേഷൻസും വെച്ചിട്ടായിരിക്കും കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോ ഇങ്ങനെ കോൺടാക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും എന്താണ്, ഇവിടെ ഈ ഹോം ഏജന്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ആ സെക്യൂരിറ്റി ഇൻഫർമേഷൻ എന്ത് ചെയ്യും, എക്സാമിൻ ചെയ്യും. ഹോം ഏജന്റ് ആ സെക്യൂരിറ്റി ഇൻഫർമേഷനെ നോക്കും. എന്നിട്ട് എന്ത് ചെയ്യും, അതിനകത്തൊരു ടൈം സ്റ്റാമ്പ് കാണും. ഈ സെക്യൂരിറ്റി ഇൻഫർമേഷനകത്തൊരു ടൈം സ്റ്റാമ്പ് കാണും. ഈ ടൈം സ്റ്റാമ്പ് നോക്കുമ്പോഴത്തേക്കിനും മനസ്സിലാകും ഇത് ഇപ്പൊ ജനറേറ്റ് ചെയ്തതാണോ, ഈ സെക്യൂരിറ്റി ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഈ ഒരു നെറ്റ്വർക്ക് അഡ്രസ് ഇപ്പൊ ജനറേറ്റ് ചെയ്തതാണോ അല്ലയോ എന്നുള്ളത് മനസ്സിലാകും. ഓക്കെ, അതായത് റീസെന്റ് ആയിട്ട് ഇപ്പോൾ വന്ന സംഭവം പുതുതായിട്ട് വന്നതാണോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടൈം സ്റ്റാമ്പ് നോക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ടൈം സ്റ്റാമ്പ് നോക്കുമ്പോഴത്തേക്കിനും എന്താണ്, അത് ഓക്കെ ആണെങ്കിൽ എന്താണ്, എല്ലാം സെറ്റ് ആയിരിക്കും. ഓക്കെ, പിന്നെ പറയുന്നുണ്ട് when the foreign agent get the acknowledgement from the home agent. അപ്പം ഈ ഹോം ഏജന്റ് ഇതെല്ലാം നോക്കിയിട്ട് ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ അക്നോളജ്മെന്റ് ഫോറിൻ ഏജന്റ് തിരിച്ചു കൊടുക്കും. ഓക്കെ, ഒരു അക്നോളജ്മെന്റ് കൊടുക്കും. ഓക്കെ, എല്ലാം സെറ്റ് ആണെന്നുള്ളതിന്റെ ഒരു അക്നോളജ്മെന്റ് തിരിച്ച് അങ്ങോട്ട് കൊടുക്കും. ഓക്കെ, അങ്ങനെ കിട്ടി കഴിയുമ്പോഴത്തേക്കിനും ഫോറിൻ ഏജന്റ് എന്ത് ചെയ്യും, അതിന്റെ ഒരു ടേബിൾ കാണും. ആ ഫോറിൻ ഏജന്റ് എന്ത് ചെയ്യും, ഈ എൻട്രിയെ മൊത്തം ആ ഒരു ടേബിളിലേക്ക്, ഫോറിൻ ഏജന്റിന്റെ ടേബിളിലേക്ക് എന്ത് ചെയ്യും, കംപ്ലീറ്റ് ഒരു എൻട്രി കൊടുക്കും. എന്നിട്ട് മൊബൈൽ ഹോസ്റ്റിനെ അതിനകത്ത് രജിസ്റ്റർ ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് അവിടെ രജിസ്ട്രേഷൻ നടക്കുന്നത്. അപ്പൊ ഈ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താണ്, ഈസി ആയിട്ട് നെറ്റ് യൂസ് ചെയ്യാൻ പറ്റും അല്ലെ, ആ നെറ്റ്വർക്കിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാം, പിന്നെ നമുക്ക് ഈസി ആയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് അവിടെ എന്താണ് നമ്മൾ മൊബൈൽ ഹോസ്റ്റിന്റെ കേസിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ മൊബൈൽ ഹോസ്റ്റിന്റെ കേസിൽ നമ്മൾ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നുള്ളതാണ് നമ്മളിവിടെ നോക്കിയത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പാക്കറ്റിനെ നമ്മൾ മൊബൈൽ ഹോസ്റ്റിലേക്ക് റൂട്ട് ചെയ്യുക. അപ്പൊ എല്ലാ രജിസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാക്കറ്റുകളെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ആ ഒരു മൊബൈൽ ഹോസ്റ്റിലേക്ക് തന്നെ റൂട്ട് ചെയ്ത് വിടാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് അവിടെ നടക്കുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത്. ബാക്കി നമ്മൾ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. താങ്ക് യു.